ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, തിരുസഭയിൽ ഇന്ന് വലിയൊരു തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ഇന്ന് നമ്മൾ ഡിസംബർ മാസം 8-ാം തീയതി ആഘോഷിക്കുന്നു. അമലോത്ഭവയായി ജനിച്ച, ഉത്ഭവഭാവമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മയുടെ കളങ്കമില്ലാത്ത ജീവിതം, അവൾ തുടർന്നും കളങ്കമില്ലാതെ ജീവിച്ചു എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. ആ വലിയ ഓർമ്മയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും പാപമില്ലാത്തവരായി ഭൂമിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ വാക്യങ്ങളിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ഇന്ന് നമ്മുടെ തിരുവചന ധ്യാന വിഷയം. ദൈവ പദ്ധതിയുടെ സൗന്ദര്യം മനസ്സിലായ ഒരാളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായ പ്രതികരണമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സ്തോത്രഗീതത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ 47-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധമാണ്. ഇതിൻ്റെ അർത്ഥം, പരിശുദ്ധ അമ്മ പറയുന്നു, എനിക്ക് ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എന്തോ വലിയ കാര്യങ്ങൾ, വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരാളുടെ സന്തോഷത്തിൻ്റെ വാക്കുകളാണ് അത് നമുക്ക് തോന്നാം. എന്നാൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ മനസ്സിലാകാത്ത ഒത്തിരിയേറെ കാര്യങ്ങളും സഹനത്തിൻ്റെ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെയുമാണ് പരിശുദ്ധ അമ്മയ്ക്ക് കടന്നു പോകേണ്ടി വന്നത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, എനിക്ക് ഇതുവരെ കിട്ടിയതെല്ലാം നല്ലതായിരുന്നു, സുഖമായ ജീവിതമായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നല്ല, മറിച്ച് ഒരു തരത്തിൽ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും ആയിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. മറുവശത്ത് അപമാനവും കഷ്ടപ്പാടും ഭയവും ദുരിതവും തന്നെയായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത്? എങ്കിലും മറിയം ഇത് പറയുന്നതിൻ്റെ കാരണം, മറിയത്തിനറിയാം തൻ്റെ ഈ സഹനം ദൈവ പദ്ധതി പ്രകാരമായതുകൊണ്ട് ഏതോ ഒരു വലിയ നന്മയിലേക്കാണ് ഇത് ചെന്നെത്താൻ പോകുന്നത്. ആ ഒരു അറിവിൽ നിന്നാണ്, വരാനിരിക്കുന്ന ആ വലിയ നന്മയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോഴുള്ള സഹനങ്ങളെ, പ്രശ്നങ്ങളെ, ദുരിതങ്ങളെ സാരമില്ലെന്ന് കണ്ടിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, എന്നിലൂടെ എനിക്ക് ചില സഹനമൊക്കെ ഉണ്ടായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എന്നിലൂടെ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നല്ലോ. അത് ദൈവത്തിൻ്റെ ജനനമാണ്, ഈശോയുടെ ഈ ഭൂമിയിലേക്കുള്ള വരവാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ തന്നെ വന്നാൽ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് ഈ ഒരു മനസ്സോടെ പറയാൻ പറ്റുമോ, ഞാനിപ്പോൾ ഈ ദുരിതവും കഷ്ടപ്പാടും സഹനങ്ങളും ഒക്കെ എടുക്കുന്നെങ്കിലും സാരമില്ല, ഇതിനൊക്കെ അവസാനം ദൈവം എന്നിലൂടെ എന്തോ ഒരു വലിയ നന്മയുടെ പദ്ധതി ഈ ഭൂമിയിലേക്ക്, എന്നിലേക്ക്, എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക്, എൻ്റെ ചുറ്റുപാടിലേക്ക്, ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദൈവം ഹൃദയത്തിലുണ്ട് എന്ന്, ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ തരത്തിലെ കാര്യങ്ങളെ കാണാനായിട്ട് പറ്റും. പരിശുദ്ധ അമ്മയ്ക്കറിയാം തൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തിൽ ജീവിതത്തിൽ എന്ത് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വന്നാലും ഇതെല്ലാം മറ്റെന്തോ കാര്യത്തിനു വേണ്ടിയുള്ള വലിയ ഒരുക്കമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു പരീക്ഷയ്ക്ക് ഒരു വർഷത്തിൻ്റെ അവസാനം ഒരുങ്ങുന്ന കുട്ടിയെപ്പോലെയാണ്. ഒരു വർഷം നീണ്ട അധ്വാനവും ടെൻഷനും ഉറക്കമിളപ്പും അധ്വാനിച്ചുള്ള പഠനവും എല്ലാം ഉള്ളത് ഒരു പരീക്ഷയിലേക്കും അതിൻ്റെ നല്ല റിസൾട്ടിലേക്കും നോക്കിയുള്ള അധ്വാനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദീർഘനാളത്തെ സഹനങ്ങളെ വളരെ സന്തോഷത്തോടെ എടുത്താണ് ആൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത്. എന്നതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് സഹനങ്ങൾ പുറകെ വരുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം അതിലൂടെ എന്തോ ഒരു വലിയ നന്മ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സഹനങ്ങൾക്കിടയിലും പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. നമുക്ക് ഇനിയും ജീവിതത്തിലൂടെ കിട്ടാനുള്ള ആ വലിയ കാര്യത്തിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് നമ്മുടെ സഹനങ്ങളുടെ വിഷമങ്ങൾ മറക്കാനും ദൈവത്തിന് ഈ കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാനും പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് സാധിക്കട്ടെ. അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ പരിശുദ്ധ അമ്മ വഴി നമുക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.